ആണെന്നോ നമുക്കാർക്കും അഭിപ്രായമില്ല. എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. എല്ലാ മുസ്ലിങ്ങളും ഈ ലോകം മുഴുവൻ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവരല്ല. എല്ലാ മുസ്ലിങ്ങളും ഈ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രം ജീവിക്കണം, മറ്റ് അമുസ്ലിങ്ങളെയൊക്കെ ഇല്ലാതാക്കണം, അവരെയൊക്കെ ഇല്ലാതാക്കി മുസ്ലിങ്ങൾ പെറ്റുപെരുക്കി ഇതൊരു മാപ്പിളസ്ഥാനാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. പക്ഷേ വളരെ തുച്ഛം ആൾക്കാർ നമ്മളെ കൊല്ലാൻ നടക്കുന്നു, തെറി വിളിക്കുന്നു, പുലഭ്യം പറയുന്നു, തന്തയ്ക്ക് വിളിക്കുന്നു, വീട് അന്വേഷിച്ചു വരുന്നു, ലൊക്കേറ്റ് ചെയ്യുന്നു, നമ്മുടെ തലയെടുക്കുന്നതിന് വേണ്ടി ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നു, നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ വേട്ടയാടുന്നു. ഇതൊക്കെ എല്ലാ മുസ്ലിങ്ങൾക്കും ഈ അഭിപ്രായമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു മുസ്ലിം ഈ രൂപത്തിൽ പ്രവർത്തിച്ചാൽ എല്ലാ മുസ്ലിങ്ങളും ഇത്തരക്കാരാണ് എന്നല്ലേ പറയൂ. അതിനെക്കുറിച്ച് തന്നെയാണ് മജീസുല്ലാഹിയും പ്രസംഗിക്കുന്നത്. ഈ തീവ്രവാദികളാകുന്ന പോപ്പുലർ ഫ്രണ്ട് SDP പ്രവർത്തകരെ സംബന്ധിച്ച് ഈ രൂപത്തിൽ സംസാരിക്കാൻ അവരാണ് തീവ്രവാദികൾ, അവർ ഈ രാജ്യത്തിന്റെ വിരുദ്ധ ശക്തികളാണ് എന്ന് പറയാൻ മുസ്ലിം സംഘടനാ നേതാക്കൾ തയ്യാറാകുമ്പോൾ മറ്റ് ഇതര മതവിഭാഗം മനസ്സിലാക്കും, അയ്യോ ഇവര് പോപ്പുലർ ഫ്രണ്ടിന്റെ വിഭാഗത്തിൽ വരുന്നവരല്ല. അതുപോലെ തന്നെ ഈ തെറി വിളിക്കുകയും കൊല വിളിക്കുകയും ചെയ്യുന്ന ഒരു മത വിഭാഗത്തിലെ തുച്ഛമാളുകളെ പ്രതിരോധിക്കാനും തള്ളിപ്പറയാനും ഈ ഇസ്ലാം മത സമൂഹം തയ്യാറായി വന്നാൽ നമ്മൾ ഒരിക്കലും എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആര് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ എന്റെയും നിങ്ങളുടെയും മനോമുഖരത്തിൽ തെളിഞ്ഞു വരും. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർന്നു വന്ന് മുസ്ലിങ്ങളെ ശല്യപ്പെടുത്തുന്ന ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്നവരെ തിരുത്തുക എന്നുള്ളതാണ് ബാധ്യത. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശല്യം ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം മത രാഷ്ട്രവാദക്കാരെ തള്ളിപ്പറയാൻ മുസ്ലിം പുരോഹിതന്മാര് തയ്യാറായി വരുമ്പോൾ എല്ലാവരും ഈ കാറ്റഗറി അല്ല എന്ന് മനസ്സിലാക്കാൻ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന് സാധിക്കും. മുസ്ലിങ്ങൾ സ്വൈര്യമായി എവിടെയെല്ലാം ജീവിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെയും പ്രവർത്തനങ്ങളെ ശക്തമായി തളച്ചിട്ടത് കൊണ്ടാണ് എന്ന് കാണാൻ കഴിയും. ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം ദുസ്സഹമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്നത്, ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ അവമതിക്കുന്നതും അപഹസിക്കുന്നതും പ്രതിക്കൂട്ടിലാക്കുന്നതും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ സിമയിൽ നിന്ന് ഉത്ഭവിച്ച് NDF-ലൂടെ കടന്നു വന്ന് PF-ഉം SDP-യും ഒക്കെ ആയി നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ഉഗ്രരൂപങ്ങളാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഈ തീവ്രവാദ ചിന്തകൾ പ്രസരിപ്പിക്കുവാനാവുന്നത്ര പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ബൗദ്ധികമായി ഇന്റലക്ച്വലായി പ്രതിരോധിക്കേണ്ട ഒരു വിഭാഗമാണ് എന്റെ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളെ നമ്മൾ ബൗദ്ധികമായി പ്രതിരോധിക്കേണ്ടത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, വിശേഷിച്ച് ഏറെ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ ഇവരുടെ ശല്യത്തിൽ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നമുക്ക് ഇവിടെ നിർവഹിക്കുവാനുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിരോധ സേനകളുണ്ട്, ചെറുത്തുനിൽപ്പ് സംഘങ്ങളുണ്ട്. ദൗർഭാഗ്യവശാൽ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളും പ്രതിരോധ സേനകളും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാരമായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് PF SDP-ഐ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരാൾക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയോട് അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇതര മതവിഭാഗങ്ങൾ എന്താണ് ധരിക്കേണ്ടത്? ഇവരും അവരെ പോലെയാണ്, അവരും ഇസ്ലാം മത രാഷ്ട്രത്തെ താലോലിക്കുന്നവരാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുക. മനസ്സുകൊണ്ടെങ്കിലും ചെറിയ ഒരു അടുപ്പം കാണിച്ചാൽ അവർ ഇസ്ലാമിക സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവെ PF-ന്റെയും ഇതുപോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളുടെയും വ്യാജമായ പ്രചാരം തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഈ തീവ്രവാദത്തെ ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഉള്ളുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുകയും ഞങ്ങൾക്ക് കാശ് തരികയും ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തന മേഖല വേറെയാണ്, ഞങ്ങളെ ഇതിന് അനുവദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ത്യ രാജ്യത്തെ
വലിയ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപത്തിനെതിരെയാണ്, ഇവരുടെ തീവ്രവാദത്തിനെതിരെയാണ്, ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ്, മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയ മതപ്രവർത്തനത്തിന് എതിരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളും എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഭരണകൂടമുണ്ട്, ശക്തമായ ഭരണകൂടം. ഭരണകൂടങ്ങൾക്ക് പോരായ്മയുണ്ടാകാം, ജനാധിപത്യത്തിന്റെ സ്തംഭങ്ങൾക്ക് പോറലേൽക്കാം, അതിന് അപജയങ്ങൾ സംഭവിക്കാം. പക്ഷേ പാർലമെന്ററി സംവിധാനവും ജുഡീഷ്യറി സംവിധാനവും എല്ലാം ഈ രാജ്യത്ത് ഭദ്രമായി നിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസമാണ് ഇന്ത്യയിലെ ഓരോ മുസൽമാനും ഉള്ളത്. ജനാധിപത്യം വളരെ ഭദ്രമായി രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു. ജനാധിപത്യവും മതനിരപേക്ഷതയും ഉൾക്കൊള്ളാത്ത ജനവിഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വം അയൽ രാജ്യങ്ങളിൽ നിന്ന് നിരന്തരമായിട്ട് ദുർഗന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അയൽ രാജ്യങ്ങളിലെ അസ്ഥിരതയും അയൽ രാജ്യങ്ങളിലെ കലാപങ്ങളും അയൽ രാജ്യങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളും കാണുമ്പോൾ ഇന്ത്യയിലെ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവരൊരു നിലപാടെടുക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നിലപാടാണ് ശരി. ഈ ഭരണകൂടത്തോട്, ഈ രാജ്യത്തെ ഭരണകൂടത്തോട് ഏറ്റവും കൂറുപുലർത്തി ജീവിക്കുന്നവരാണ് നമ്മൾ എന്നുള്ളത്. എന്നാൽ സ്വയം പ്രതിരോധം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്ന വ്യാജേന മുസ്ലിങ്ങളുടെ ബാനറിൽ കടന്നു വന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റുകൊടുക്കുന്ന ഇതുപോലുള്ള ഉഗ്ര സംഘടനകൾക്ക് പൂട്ടിടേണ്ടത് എന്റെ ചെറുപ്പക്കാരുടെ ബാധ്യതയാണ്. അവർ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജിഹാദിനെ തീവ്രവാദവുമായി കൂട്ടിച്ചേർക്കുകയാണ്, ആത്മഹത്യയെ രക്തസാക്ഷിത്വവുമായി കൂട്ടിച്ചേർക്കുകയാണ്. എന്തെല്ലാം ഇസ്ലാം വിരോധിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെയെല്ലാം തന്നെ വിവിധ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കബളിപ്പിക്കുന്ന ഈ ഉഗ്രവാദികളെ തുറന്നു കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഈ PF-ഉം SDPI-യും NDF-ഉം സിമിയും അതിൽ നിന്ന് ഉത്ഭവിച്ച സർവ്വസംഘടനകളും ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇർഹാബാണ്, അഥവാ ടെററിസമാണ്. മറ്റൊന്ന് ഇർജാഫാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അൽ മുർജിഫൂന ഫിൽ മദീന, മദീനയിൽ അവരെ കുഴപ്പം ഇളക്കി വിടുന്ന ആളുകളുണ്ട്. അത് അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു കുഴപ്പം ഇളക്കി വിടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉഗ്രവാദികളുടെ ഏറ്റവും വലിയൊരു പണി. നുണപ്രചാരണത്തിലൂടെ, വ്യാജ പ്രചാരണത്തിലൂടെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് എതിരാക്കുന്ന രൂപത്തിലുള്ള നുണപ്രചാരണങ്ങൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അസ്ഥിരതയും അരാജകത്വവും നിർഭയത്വമില്ലായ്മയും ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടെററിസമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കുഴപ്പമുണ്ടാക്കലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നവർ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യുന്ന ഹിറാബത്ത് എന്നുള്ള പണിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നവർ ചെയ്യുന്നത് ഫിത്നയും ഫസാദും വ്യാപിപ്പിക്കുന്ന ബഗയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല ഈ ഇസ്ലാമിലെ ഈ സാങ്കേതിക സംഖ്യകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ആഴത്തിൽ പഠനം നടത്തിയതിന്റെ ഓരോ പഠനങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടും. ആ പഠനങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും ഇത്തരം ആത്മഹത്യാ സ്കോഡുകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാണ്. അതിവിടെ മാത്രമല്ല, താലിബാൻ എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ ശല്യമായി തീരുന്നത്? അവരും അവകാശപ്പെടുന്നത് ഞങ്ങൾ അഫ്ഗാനിസ്ഥാനെ പ്രതിരോധിക്കുന്ന സേനയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ആ സേന ആ രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളത് എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ വലിയ പഠനം നടത്തേണ്ട കാര്യമാണ്. സൂഫി ചിന്ത, ഏറ്റവും പിഴച്ച സൂഫി ചിന്താധാരയിൽ വളർന്നു വന്നുകൊണ്ട് ഒരു രാജ്യത്തെ അവർ എങ്ങനെ കശാപ്പ് ചെയ്യുന്നു എന്ന് പഠിക്കാൻ എന്റെ ചെറുപ്പക്കാർ മുന്നോട്ട് വരേണ്ടത്. ഇത് കേൾക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് താലിബാൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിനെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്നില്ല, ഐസിസിന്റെ ഇസ്ലാമിനെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്നില്ല, പോപ്പുലർ ഫ്രണ്ടും SDPI-യും മുന്നോട്ട് വെക്കുന്ന ജോസഫ് മാഷിന്റെ കൈയെടുത്ത ഇസ്ലാമിസത്തെ എല്ലാവരും അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് കേൾക്കുമ്പോഴാണ്. അവരും മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്ന വ്യാജാരിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. യമനിലെ ഹൂത്തീസ്, അൽ ഹൂസിയൂൻ എന്ന് പറയുന്ന വിഭാഗം ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പാണ്. ആ മിലിറ്റന്റ് ഗ്രൂപ്പ് ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്താണ്? ഞങ്ങൾ യമനിനെ സംരക്ഷിക്കുന്നവരാണ്. യമനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികളെ പട്ടിണി കിട്ടുകൊല്ലുകയും ഓരോ പ്രദേശങ്ങളും യുദ്ധക്കളമാക്കി മാറ്റുകയും യമൻ എന്ന സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും നാടിനെ മുറിച്ചു മാറ്റുകയും ചെയ്ത പാരമ്പര്യമുള്ള ഒരു ഉഗ്രവാദി വിഭാഗമാണ് ഹൂത്തീസ്. അവരെന്താ പറയുന്നത്? ഞങ്ങൾ യമനിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന വിഭാഗമാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് IS ലോകത്തോട് പറയുന്നത്? അൽ മൗത്തുലി അമേരിക്ക, അൽ മൗത്തുലി ഇസ്രായേൽ. ഇസ്രായേലിന് നാശം, അമേരിക്കയ്ക്ക് നാശം. അമേരിക്ക തന്നെയാണ്, ഇസ്രായേൽ തന്നെയാണ് ഈ IS-ന്റെയും അൽ ഖായിദയുടെയും ഒക്കെ സ്രഷ്ടാക്കൾ. എന്നിട്ടും അവരുടെ ബാനർ നോക്കൂ നിങ്ങൾ, അമേരിക്കയ്ക്ക് നാശം, ഇസ്രായേലിന് നാശം. യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വീട് വേല ചെയ്യുന്ന, അമേരിക്കയ്ക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലയളവിൽ IS-ഉം അൽ ഖായിദയും നിർവഹിച്ചിട്ടുള്ളത്. അവരും പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിക ലോകത്തിന്റെ സംരക്ഷകരാണ് എന്നുള്ളതാണ്. ഇസ്ലാമിക ലോകത്തിന്റെ സംരക്ഷകരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇറാഖിലെയും സിറിയയെയും അതുപോലുള്ള പ്രദേശങ്ങളെയും അമേരിക്ക കഴിഞ്ഞാടുവാനുള്ള വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് അവര് മുസ്ലിം ലോകത്തോട് ക്രൂരത കാണിച്ചത്. ലബനാനിലെ ഹിസ്ബുല്ല എന്ന് പറയുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ട്. അവർ ലോകത്തോട് അവരെ സ്വയം പരിചയപ്പെടുത്തുന്നത് ഞങ്ങളൊരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ്. ഇവിടുത്തെ NDF-നെ പോലെ, PF-നെ പോലെ, പോപ്പുലർ ഫ്രണ്ടിനെ പോലെ അവരും ലോകത്തോട് വിളിച്ചു പറയുന്നത് ഞങ്ങളൊരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ് എന്ന്. എന്ത് ചെറുത്തുനിൽപ്പാണ് അവർ നടത്തുന്നത്? ഇസ്രായേലിനെ ഇളക്കിവിട്ട് ഫലസ്തീനിൽ ബോംബിടുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ഫലസ്തീനെ തന്നെ തകർക്കുവാൻ, ഫലസ്തീനെ ഇല്ലാതാക്കുവാൻ, ഭൂതലത്തിൽ നിന്ന് ഇല്ലാതാക്കുവാനുള്ള അവസരങ്ങൾ ഹിസ്ബുല്ല എന്ന് പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പ് ഓരോ ദിവസവും പണിയെടുത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഹമാസിനെ കുറിച്ച് എന്റെ ചെറിയ ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ സംശയമുണ്ടാകും. അവർ ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കുന്നവരല്ലേ എന്ന്. ഫലസ്തീൻ ജനതയ്ക്ക് ഏറ്റവും വലിയ ശല്യവും ഭാരവുമായി തീർന്നിരിക്കുകയാണ് ഇന്ന് ഹമാസ് എന്ന് പറയുന്നത്. അവരുടെ നേതാക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റിസോർട്ടുകളിൽ ഇരുന്നു കൊണ്ട് റിമോട്ടായിട്ട് അവർ അവിടുത്തെ ആളുകളെ
സംഘടനകളെ നിയന്ത്രിക്കുകയും ഫണ്ടുകൾ സ്വരൂപിക്കുകയും ഫലസ്തീൻ ജനതയെ ഒറ്റുകൊടുക്കുകയും രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുകയാണ്. അവരും പറയുന്നു ഞങ്ങൾ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ്, പ്രതിരോധ സേനയാണ്. ഞാൻ വിശദമായി പറയുന്നില്ല. നിങ്ങൾ നോക്കൂ, ഹറസ് ഫൗരി എന്ന് പറയുന്ന ഒരു റവല്യൂഷണറി ഗാർഡ് ഉണ്ട് ഷിയാക്കളുടെ. അവരാണ് ലോകത്ത് ഒട്ടുമിക്ക ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഫിത്നയും ഫസാദും ലോകത്തെ വിതച്ച് ആളുകളെ ഭയപ്പെടുത്തി അരുങ്കൊല നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ മിലിറ്റന്റ് ഗ്രൂപ്പുകളും ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളുടെ സംരക്ഷകരാണ് എന്നാണ്. അത് തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ടും ഈ കേരളത്തിൽ വിളിച്ചു പറയുന്നത്, ഇന്ത്യയിൽ വിളിച്ചു പറയുന്നത്? ഞങ്ങളില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യാതൊരു നിലനിൽപ്പില്ല. നിങ്ങളില്ല എങ്കിൽ ഇവിടെ ഇന്ത്യയിലെ മുസൽമാന് വളരെ ആത്മാഭിമാനത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ കഴിയും. കാരണം ഇന്ത്യൻ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവർ വിഭജനത്തിന്റെ നോവ് പേറുന്നവരാണ്. വിഭജിക്കപ്പെട്ട രാജ്യങ്ങളിൽ അവർ അനുഭവിക്കുന്ന നീറ്റലുകളുടെ ആഴം അറിയുന്നവരാണ് ഇന്ത്യയിലെ മുസൽമാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മതേതരത്വത്തോടൊപ്പം ജനാധിപത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പാരമ്പര്യമാണ് അവർക്കുള്ളത്. മൗലാന ആസാദിന്റെയും അതുപോലുള്ള മഹാന്മാരുടെയും പാരമ്പര്യമാണ് അവർക്ക് പഠിക്കാനുള്ളത്, പറയാനുള്ളത്. അതുകൊണ്ട് ഇതുപോലുള്ള സായുധ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശല്യമാണ്. അവർ ചെയ്യുന്നതിനെ, അവർ അരുങ്കൊല നടത്തുന്നതിനെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ഏറ്റവും വലിയ അപരാധമാണ്. ഞാനൊരു ഹദീസ് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലഘട്ടത്തിന്റെ അടയാളമായിക്കൊണ്ട് വല്ലദീ നഫ്സി ബിയദി ലാ തദ്ഹബു ദുനിയ ഹത്താ യഅതി അലൻ നാസി യൗമുൻ ലാ യദ്രി അൽ ഖാതിലു ഫീമാ ഖതല വലൽ മഖ്തൂലു ഫീമാ ഖുതില ഫഖീല കൈഫ യകൂനു ദാലിക് ഖാല ഹൽ അർജ് ഖൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവ് നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം, അഥവാ ഖിയാമത്ത് നാളിന്റെ ഒരു സാഹചര്യം, അന്ത്യനാളിന്റെ സാഹചര്യം, അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യദ്രി അൽ ഖാതിലു ഫീമാ ഖതല, ഒരു കൊലയാളിക്ക് അറിയില്ല എന്തിനാണ് അയാൾ കൊല നടത്തിയത് എന്ന്. വലൽ മഖ്തൂലു ഫീമാ ഖുതില, ഒരു കൊല്ലപ്പെട്ടവൻ അറിയില്ല താൻ എന്തിനു കൊല്ലപ്പെട്ടു എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സാഹചര്യത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു, അത് ഫിത്നയുടെയും കൊലയുടെയും ഒക്കെ കാലഘട്ടമാണ്, ഹർജാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊലയാളിയും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. കൊല്ലപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് മറ്റവനെ കൊല്ലാനുള്ള അവസരം കിട്ടാത്തത് കൊണ്ടാണ് അവൻ കൊല്ലാതിരുന്നത്. ഇങ്ങനെ മറ്റുള്ളവരെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്ന ആത്മഹത്യാ സ്ക്വാഡുകൾ, അവരെയാണ് രക്തസാക്ഷിത്വത്തിന്റെ പദവി നൽകിക്കൊണ്ട് ആദരിക്കുകയും ചെറുപ്പക്കാരെ വീണ്ടും ആത്മഹത്യാ സ്ക്വാഡുകളാക്കുവാൻ വേണ്ടി ഇവിടുത്തെ PF പോലുള്ള ഉഗ്രവാദികൾ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എന്റെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസുകളിൽ അവർക്ക് നിർവഹിക്കുവാനുള്ള ബാധ്യത എന്ന് പറയുന്നത് മനസ്സുകൊണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളെ വെറുക്കുകയും തൂത്തെറിയുകയും നീതിയുടെയും നിഷ്പക്ഷതയുടെയും ഇസ്ലാമിനെ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുകയും അതിന്റെ കാരുണ്യത്തിന്റെ സന്ദേശം സമൂഹത്തിൽ വ്യാപിപ്പിക്കുകയും ചെയ്യാൻ ഇത്തരം കൂട്ടായ്മകൾ കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കണം, ഇവരാരും ഈ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് ശഠിക്കുന്നവരല്ല. ആ മുസ്ലിങ്ങളെ എല്ലാം ആയുധമെടുത്ത് ഇല്ലാതാക്കണം എന്ന് വിചാരിക്കുന്നവരുമല്ല. അദ്ദേഹം എന്റെ അധ്യാപകനാണ്, ജാമിയ നദവി അറബി കോളേജിലെ അധ്യാപകനാണ് മജീദ് സുലാഹി. അപ്പോൾ അദ്ദേഹമൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല സാരോപദേശങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ ഇവരാരും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആളുകൾ, പോപ്പുലർ ഫ്രണ്ട്, SDPI, ISIS, അൽ ഖ്വയ്ദ, ലഷ്കർ ഇ ത്വയ്ബ പോലെയുള്ള സംഘടനകളുടെ സായുധ കലാപത്തെയും യുദ്ധത്തെയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. നന്ദി.